നമസ്കാരം. ലോകത്തിന്റെ എണ്ണക്കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിമാറുന്നു. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം മേഖലയെ കടുത്ത യുദ്ധഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. താൻ നൽകിയ 10 ദിവസത്തെ സമയം അവസാനിക്കാറായെന്നും 48 മണിക്കൂറിനുള്ളിൽ കരാറിൽ ഒപ്പിടുകയോ കടലിടുക്ക് തുറക്കുകയോ ചെയ്തില്ലെങ്കിൽ ഇറാനിൽ നരകം പെയ്യുമെന്നാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ഭീഷണി മുഴക്കിയത്. ദൈവം മഹാനാണ് എന്ന വാചകത്തോടെയാണ് ട്രംപ് തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചത്. ഇറാനെ ശിലായുഗത്തിലേക്ക് ബോംബെറിഞ്ഞ് തകർക്കുമെന്ന മുൻപത്തെ ഭീഷണിയുടെ ആവർത്തനമായാണ് നയതന്ത്ര വിദഗ്ധർ ഇതിനെ കാണുന്നത്. ട്രംപിന്റെ ഭീഷണിയെ അസന്തുലിതവും വിഡ്ഢിത്തരവും എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. അമേരിക്ക സംഘർഷം വർദ്ധിപ്പിക്കാൻ തുനിഞ്ഞാൽ മേഖല മുഴുവൻ ശത്രുക്കൾക്ക് നരകമായി മാറുമെന്ന് ഇറാന്റെ സെൻട്രൽ മിലിറ്ററി കമാൻഡ് ജനറൽ അലി അബ്ദുള്ളാഹി അലിയാബാദി മുന്നറിയിപ്പ് നൽകി. ട്രംപിന്റെ അതേ ഭാഷയിൽ നരകത്തിന്റെ വാതിലുകൾ അമേരിക്കയ്ക്കായി തുറക്കപ്പെടുമെന്ന് ഇറാനിയൻ സൈനിക നേതൃത്വവും തിരിച്ചടിച്ചു. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ പാതയാണ് ഇറാൻ ഭാഗികമായി തടഞ്ഞിരിക്കുന്നത്. ചൈന, റഷ്യ, ഇന്ത്യ തുടങ്ങിയ സൗഹൃദ രാഷ്ട്രങ്ങളുടെ കപ്പലുകൾക്ക് മാത്രമാണ് നിലവിൽ ഇറാൻ അനുമതി നൽകുന്നത്. ഇതോടെ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇന്ധനവില കുതിച്ചുയർന്നു. അമേരിക്കയിൽ ഗാലന് $4.10 വരെ വില വർദ്ധിച്ചത് ട്രംപിനെ രാഷ്ട്രീയമായി സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അമേരിക്കയുടെ പച്ചക്കൊടി ലഭിച്ചാൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ സൈന്യം പൂർണ്ണ സജ്ജമാണെന്ന് മുതിർന്ന ഇസ്രായേൽ പ്രതിരോധ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഫെബ്രുവരി 28 ആരംഭിച്ച സംയുക്ത വ്യോമാക്രമണത്തിന് ശേഷം മേഖലയിൽ ഇസ്രായേൽ അതീവ ജാഗ്രതയിലാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ആക്രമണം ഉണ്ടായേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇറാന്റെ മിസൈൽ ശേഷി തകർത്തെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും അമേരിക്കയുടെ F-15E യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിട്ടത് പെന്റഗണിനെ ഞെട്ടിച്ചിട്ടുണ്ട്. വിമാനത്തിലുണ്ടായിരുന്ന 2 സൈനികരിൽ ഒരാളെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇറാനിയൻ മണ്ണിൽ അമേരിക്കൻ സൈനികൻ കാണാതായത് വാഷിംഗ്ടണിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. യുദ്ധം രൂക്ഷമാകുമ്പോഴും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധം അവസാനിപ്പിക്കാൻ മാന്യമായ വ്യവസ്ഥകൾ വേണമെന്നാണ് ഇറാന്റെ നിലപാട്. ഇസ്ലാമാബാദിൽ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിലും ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പുതിയ യുദ്ധങ്ങൾ തുടങ്ങില്ലെന്ന വാഗ്ദാനവുമായാണ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയത്. എന്നാൽ നിലവിലെ യുദ്ധം അതിരുവിടുന്നത് റിപ്പബ്ലിക്കൻ വോട്ടർമാരെ പോലും ചൊടിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ഭൂരിഭാഗം അമേരിക്കക്കാരും ആഗ്രഹിക്കുന്നതെന്ന് സർവേകൾ വ്യക്തമാക്കുന്നു. യുദ്ധത്തിൽ ഇതുവരെ 13 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 300ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ സ്തംഭനം ആഗോള സാമ്പത്തിക രംഗത്തെ കടുത്ത മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപിന്റെ പ്രകോപനപരമായ നിലപാടുകളിൽ അതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. തർക്കം നയതന്ത്രപരമായി പരിഹരിക്കണമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ആവശ്യം. ട്രംപിന്റെ അന്ത്യശാസനം അവസാനിക്കുമ്പോൾ അമേരിക്കൻ വ്യോമസേന ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിടുമോ അതോ ചർച്ചകൾക്ക് തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. ഒരു ചെറിയ പിഴവ് പോലും ലോകത്തെ 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന വൻ സ്ഫോടനത്തിന് കാരണമായേക്കാം.